ആ ലാത്തി വീശിയപ്പോ തന്നെ ഒരു മീനിന്റെ മണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. ആ ലാത്തിയിലെ മീനിന്റെ മണം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ആ അടിച്ച പോലീസുകാരൻ വല്ല കക്കൂസിലും പോയിട്ട് വന്നിരുന്നെങ്കിൽ അവ ആ മണവും പിടിച്ചാൻ. അടി കൊണ്ട് പുറം പൊളിഞ്ഞിരിക്കും അവന്റെ. എന്നിട്ടും അവൻ പിടിച്ച മണം വല്ലാത്ത മണം പിടിപ്പാരന. മടിയിൽ കനമില്ലെങ്കിൽ എന്തിന് ഭയക്കണം പിണറായി വിജയനും അടിമക്കമ്മികളും. എന്ത് ചെയ്താലും അവര് പ്രതിഷേധം, എന്ത് വാഴക്ക ചെയ്താലും അവര് പ്രതിഷേധമായിരിക്കും. ഇതാണ് ഇവന്മാരുടെ പ്രതിപക്ഷം. മുക്കിയതും കട്ടതും ഒക്കെ ഇനി അങ്ങോട്ട് ഓരോന്നായി അങ്ങ് പൊങ്ങും. അതിന് ഈ മുണ്ടും പൊക്കി വന്ന് പ്രതിഷേധം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കോൺഗ്രസ് ഭരണത്തിൽ കയറി അടുത്ത ദിവസം തന്നെ പ്രതിഷേധം. ഇനി എന്തൊന്ന് ചെയ്തെന്ന് പറഞ്ഞാലും ആര് പെട്ടെന്ന് പറഞ്ഞാലും പ്രതിഷേധമായിരിക്കും. ഇതാണ് ഇവന്മാരുടെ മെയിൻ. ഇതൊക്കെ കൊണ്ടാണ് നിന്നെ ഭരണത്തിലൊന്നും ഉണ്ടാക്കാൻ വരാത്തത്. കാരണം പാവപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് നീയൊക്കെ ഉണ്ടായിരിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയല്ല നീയൊന്നും. നീയൊക്കെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയേ അല്ല, നിന്റെയൊക്കെ കീശയും കോണകത്തിന്റെ പോക്കറ്റും വീർപ്പിക്കാൻ വേണ്ടി പ്രതിഷേധമായിരിക്കും. ഇനി എത്ര അടി കിട്ടാൻ പോകുന്നു, എത്ര മുതു വളക്കാൻ പോകുന്നു. മടിയിൽ കനവില്ലെങ്കിൽ എടാ പൊന്നു മോനെ, നീ വെല്ലോന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നക്കിയിട്ട് അടിക്കുന്ന അടിയല്ല ഒരു നാടിന്റെ രാഷ്ട്രീയം. അത് നീ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഈ കേരളം വിട്ട് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകണം. ഇതുവരെ നീ അച്ചാരം മേടിച്ച് നക്കുന്ന കൊങ്ങിക്കൂട്ടങ്ങളും BJP-ക്കാരും ഒക്കെ ഭരിച്ച സംസ്ഥാനങ്ങളൊക്കെ നീ ഒന്ന് നോക്കണം. അതിൽ നിന്ന് ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതം എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് നീ ഒന്ന് പഠിക്കണം. നീ ഇപ്പൊ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് പുഞ്ഞിച്ചു തള്ളി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഖാക്കന്മാര് ഇതുപോലെ തന്നെ തല്ലുകൊണ്ട് പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളം. അല്ലെങ്കിൽ നിന്റെയൊക്കെ ചാണകം തീനികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെ മതഭ്രാന്ത് മൂത്ത് ഭ്രാന്ത് പിടിച്ച് നടന്ന കേരളത്തിലെ മലയാളികളും കക്കൂസുമില്ല, വീടുമില്ല, തീറ്റയില്ല, കുടിയില്ല, ഒന്നുമില്ലാതെ തെരുവി കിടന്ന് പുഴുത്തേന ജനങ്ങള്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് പകരം അമ്പലങ്ങളും ലഹളകളും ഉണ്ടായേനെ. അതുപോലെ ഭ്രാന്ത് പിടിച്ച് അലയുന്ന ഒരു ജനതയാണ് നീയൊക്കെ ആഗ്രഹിക്കുന്നത്. നിന്നെ പോലെ വെല്ലവന്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ച് നക്കലും കഴിഞ്ഞ് സ്വന്തം നാടിനെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുമല്ല അവര് ചെയ്തത്. നാടിന് വേണ്ടി ആക്രമിക്കപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലാക്കുക, അവരൊരു ആശയത്തിന് വേണ്ടിയിട്ടാണ് തല്ലുകൊള്ളുന്നത്. നീയോ, നീ വെല്ലവന്റെ കയ്യിൽ നിന്ന് പുട്ട് മേടിച്ചടിച്ചിട്ട് അവരെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുണ്ട് നിനക്ക്? മനസ്സിലാക്കണം, സ്വന്തം രാഷ്ട്രീയം പോലും പറയാനുള്ള ചങ്കൂറ്റം ഇല്ലാത്ത ഒരു ഏപ്പരാച്ചിയാണ് വന്നിരുന്നോണ്ട് അവരെ വിമർശിക്കുന്നത്. SFIക്കാരെ വിമർശിക്കാൻ ചെല്ലുന്നത്. കാശ് കയ്യിലുള്ളവന് ഈ നാട് തന്നെ വിൽക്കുവൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫണ്ട് മേടിച്ചിട്ട് കോൺഗ്രസിനും BJP-ക്കും വേണ്ടി ക്ഷൗരം ചെയ്തു കൊടുക്കുന്നത് ഇവൻ.